നിരപരാധിയായ ഞാൻ നാട്ടുകാരടിയിലൊക്കെ ഞാനൊരു കുഴപ്പക്കാരനും പ്രശ്നക്കാരനുമായിട്ട് മാറി. മെയിനായിട്ട് ഇയാൾ ഈ മരുന്ന് അടിച്ച് എന്നെ ശല്യം ചെയ്ത് അടുത്ത വെള്ളിയാഴ്ച കുത്തുബോധാൻ പോകുമ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇയാൾ എൻ്റെ ശത്രുവാണ്. അതുകൊണ്ട് ഇയാൾ ഈ രൂപത്തിൽ അപായപ്പെടുത്താനൊക്കെ ശ്രമിച്ച വ്യക്തിക്ക് പിന്നെ ഞാൻ സലാം ചൊല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രക്ഷ എൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ട് ഇനി എൻ്റെ രക്ഷ ഉണ്ടായിട്ട് നീ ഇതുപോലെ തന്നെ ചെയ്തിട്ട് എന്നെ അപായപ്പെടുത്തും തോന്നുകയാണെങ്കിൽ പിന്നെ ഞാൻ അയാൾക്ക് സലാം പറയുമോ? ആ നിലക്ക് ഞാൻ ഖുതുബക്ക് പോകുന്ന സമയത്ത് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു റമദാനിലെ വെള്ളിയാഴ്ച ഞാൻ സലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മുഖം നോക്കിയിട്ട് തുറന്ന് പറഞ്ഞിട്ടില്ല. സലാം പറയാതെ അയാളെ അവഗണിച്ച് ഖുതുബക്ക് പോകുന്ന സമയത്ത് സലാം പോലും പറഞ്ഞില്ല. അയാൾ അങ്ങനെ നീങ്ങാൻ പാടണ്ട, ഇയാൾ അങ്ങനെ തന്നെ ആണെങ്കിൽ തന്നെ അയാൾ വലിയൊരു പ്രവാസകനല്ലേ ഇതൊക്കെ അവിടെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് കുറേ ആളുകൾ ഈ മുഅദ്ദിനാണ് അതിനൊക്കെ കാരണക്കാരെയും മുഅദ്ദിനാണ്. അല്ല വാക്ക് തർക്കമുണ്ടായോ? ആര് ഈ മുഅദ്ദിൻ ഞാനും കൂടെ പള്ളിൻ്റെ മുറ്റത്ത് വെച്ചിട്ട് എന്നെ കുറെ ചീത്ത വിളിച്ച് അതെയോ കഴുതേ റാസ്കളെ നീ ആരാക്കൂടാ, നീ എന്താക്കൂ, നിന്റെ ജോലി ഞാൻ തീർപ്പിച്ചു തരാം. പള്ളിന് മുമ്പ് റമദാനിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ആ സമയത്ത് കമ്മിറ്റിക്കാരും ഭാരവാഹികളൊന്നും ഉണ്ടായിട്ടില്ലേ? പള്ളിന്റെ മുമ്പില് ടൗണല്ലേ, അടുപ്പിലെ പള്ളിന്റെ നേരെ മുൻപിലാണ് ടൗണ്. അവിടെ ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അവരൊക്കെ ഇത് കേട്ടു.